എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഈ കൈവശമൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലേ. ഈ കൈവശം നമ്മളെ, അതായത് നിത്യം ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ പോലും മടി പിടിപ്പിക്കും. അടുക്കള ജോലികളും അതുപോലെ തന്നെ വീട്ടു ജോലികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ മനസ്സ് തളർത്തിക്കളയും. അതായത് ഇന്നാട്ടെ നാളെയാട്ടെ നമുക്ക് ശരീരം കൊണ്ട് ഒരു സുഖം ഉണ്ടാകത്തില്ല. ഏറ്റവും എടുത്തു പറയേണ്ടത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ടാലും, അതായത് എത്ര മരുന്ന് കഴിച്ചാലും നമുക്ക് അസുഖങ്ങൾ മാറുന്നില്ല. അപ്പോൾ അതങ്ങനെ അറിയാത്തതുകൊണ്ട് ഡോക്ടർ പല പല സ്കാനുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ പോകും തോറും നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ എത്ര ആഹാരം കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല. അതുപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഗ്യാസാണ്. ഒരു തവണ തന്നെ നമ്മൾ 3-4 തവണ വയറ്റിൽ നിന്ന് പോവുക, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകുന്നു. സാധാരണ എല്ലാവരും ഒരു തവണയാണ് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നത്. ഈ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ വീണ്ടും വയറ്റിൽ നിന്ന് പോകും. ഒരു തവണ 5 തവണയെങ്കിലും വയറ്റിൽ നിന്ന് പോകാം. ഗ്യാസ് ഉണ്ടാകാം. ചില ആൾക്കാർ പറയാറുണ്ട്, തിരുമേനി ഫുഡ് കഴിക്കാതെ വയറിങ്ങനെ വീർത്ത് വരുന്ന ഗ്യാസിൻ്റെ വിഷയങ്ങൾ, പല പല മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിച്ച്. അതേപോലെ തന്നെ ഉറക്കക്കുറവുണ്ടാകും. നമുക്ക് നമ്മളോട് തന്നെയുള്ള ദേഷ്യം ഉണ്ടാകും. നമ്മുടെ കൈ, അതേപോലെ തന്നെ കാല്, ഈ എല്ലാത്തിനും പൊതുവെ ബലം കുറവുണ്ടാകും. നമ്മൾ നടക്കുമ്പോഴൊക്കെ കാല് വേദന, അതായത് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാൽ ഈ കൈവശം കൂടുതലാകുന്ന വ്യക്തികൾക്ക് വയറ്റിൽ നിന്ന് പോവുക. സാധാരണ എന്നൊക്കെ പറയുമ്പം കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അല്ലേ. ഈ കൈവശം മാറ്റിയില്ലെങ്കിൽ എന്താ സംഭവം, നമ്മൾ പതുക്കെ എന്ത് പറ്റും, ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ജോലിക്കൊക്കെ ഈ പോകുന്ന സമയത്ത് ബാത്റൂമിൽ പോക്കലൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ഭയങ്കര ഒരു തടസ്സം തന്നെയാണ്. നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ തോന്നലുണ്ടാകുന്നു. അപ്പോൾ കൈവശം ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കുക, അതിന് എന്താണ് പ്രതിവിധി, ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വിദേശത്തുള്ളവർക്കൊക്കെ അവിടെ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റത്തില്ലായിരിക്കും, ചിലയിടത്ത് അമ്പലങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കൈവശം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക. 5 കാര്യമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് കൈവശം മാറ്റിത്തരാം. ആദ്യം തന്നെ പറയാനുള്ളത്, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അമ്പലത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല, അവർക്ക് കൈവശ കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മുടെ വലത് കൈ, അതായത് വലത് കൈയിലെ മോതിര വിരൽ എന്ത് ചെയ്യണം, നമ്മൾ വെള്ളത്തിലേക്ക് ആ ഗ്ലാസ്സിലാക്കി നമ്മൾ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഇടത് കൈ കൊണ്ട് ഓം നമഃശിവായ ഓം നമഃശിവായ, ഇല്ലെങ്കിൽ ഒരു ജപമാല ആയാലും മതി. ഇതിങ്ങനെ 108 തവണയോ 21 തവണയോ. അപ്പോൾ ഇടത് കയ്യിലെ ഇത് എടുത്തിട്ട് നമുക്ക് 21 തവണ, ഇല്ലെങ്കിൽ ജപമാല ഉണ്ടെങ്കിൽ നമുക്ക് ജപമാല വെച്ചിട്ട് നമുക്ക് മാലയിൽ കണക്ക് പിടിക്കാം. അപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നൊരു വെറും വയറ്റിൽ, അതായത് കുളി കഴിഞ്ഞിട്ട് വെറും വയറ്റിൽ ഓം നമഃശിവായ ഓം നമഃശിവായ ഓം നമഃശിവായ ഒന്നെങ്കിൽ 21 തവണയോ 51 തവണയോ ഈ ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക. അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി സമയത്ത് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകും, നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട് ദോഷമുണ്ടോ? യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കഴിവതും ഇത് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. നിർബന്ധമുള്ളവർ കഴിക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് രാവിലെയും വൈകിട്ടും വെറും വയറ്റിലാണ് ചെയ്യുക. രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. വൈകിട്ട് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ അടുത്തതായിട്ട് ക്ഷേത്രത്തിലൊക്കെ പോയി കൈവശം മാറ്റുന്നൊക്കെ വെച്ചാൽ നമ്മൾ ഒരു കരിക്ക് എടുക്കുക. അപ്പോൾ ഈ കരിക്ക് നമ്മൾ ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ കൊണ്ടുവന്ന് നമുക്ക് ജപിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ കരിക്കും കൊണ്ട് പോകുന്ന ഭക്തജനങ്ങൾ കരിക്കിൻ്റെ താഴെയും മേളും നല്ലതുപോലെ ചെത്തണം. താഴെ എന്തായാലും ചെത്തണം. കാരണം താഴെ ചെത്തുന്ന പറയുന്നത്, കാരണം തിരുമേനിക്ക് ആ കരിക്ക് വെച്ച് ജപിക്കാനുള്ള സൗകര്യത്തിലാണ് കരിക്ക് താഴെയും മേളും ചെത്തുന്നത്. താഴെ എന്തായാലും ചെത്തണം, മേളും കൂടെ ചെത്തി മേടിക്കുക. എന്നിട്ട് ദേവീ ക്ഷേത്രത്തിൽ ചെന്നിട്ട് തിരുമേനിയെ കണ്ടു പറയണം, തിരുമേനി ഇന്ന എനിക്ക് കൈവശമുണ്ട് നോക്കിച്ചപ്പോൾ ത്രിഷ്ടുപ്പ് മന്ത്രം ജപിച്ച് ഈ കരിക്ക് കുടിക്കണം. ത്രിഷ്ടുപ്പ് മന്ത്രം ഒന്നും കൂടെ പറയുകയാണ്, ത്രിഷ്ടുപ്പ് മന്ത്രം 108 തവണ കരിക്കിനകത്ത് ജപിച്ച്
വെറും വയറ്റിൽ 5-7 ദിവസവും കുടിക്കുക. 5-7 ദിവസം വെറും വയറ്റിൽ തന്നെ കുടിക്കണം. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് കരിക്ക് തരാൻ പറയണം. മൃത്യുഞ്ജയ മന്ത്രം നമുക്ക് ഈ കരിക്കൊണ്ട് ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ നമുക്ക് ചെയ്യാനാണ്. മൂന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ പഞ്ചഗവ്യം നെയ്യ് എന്ന് പറഞ്ഞ നെയ്യ് കിട്ടും. അതും വെറും വയറ്റിൽ അത് തീരുന്നവരെ കഴിക്കുക. അതും ദേവീക്ഷേത്രത്തിൽ കൊടുത്തിട്ട് തൃഷ്ടുപ്പ് മന്ത്രം ജപിച്ച് തരാൻ പറയണം. ഇതും വെറും വയറ്റിൽ കഴിക്കുന്നത്. പഞ്ചഗവ്യം നെയ്യുടെ ചൊവ്വ ചിലവർക്ക് പിടിക്കത്തില്ല. ഈ നെയ്യ് കഴിക്കുമ്പം എന്തായാലും നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് വെറും വയറ്റിൽ തന്നെ കഴിക്കുന്നുണ്ട്. വൈകുന്നേരം ഒന്നുമില്ല, വെറും വയറ്റിൽ. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിവതും വിശ്വാസമില്ലാത്ത ആൾക്കാരിൽ നിന്ന് ഫുഡോ ഇല്ലെങ്കിൽ വെള്ളമോ കാര്യങ്ങളൊക്കെ മേടിച്ച് കുടിക്കാതിരിക്കുക. നമുക്കൊരു മനസ്സിനൊരിതുണ്ടാവില്ല. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാതെന്ന് പറയുമ്പോഴത്തേക്ക് ബന്ധുക്കൾ തന്നെയാണ്. ബന്ധുക്കളൊക്കെ വീട്ടിൽ പോകുമ്പം നമുക്ക് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മൾ അവർ ആഹാരം തന്നു അപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ആ ആഹാരത്തിൽ ഓം നമഃശിവായ ഓം നമഃശിവായ ഓം നമഃശിവായ ഒരു 5 തവണ ഊതിയാൽ മതി. ആ മന്ത്രത്തിൻ്റെ ശക്തിയിൽ ആ കൈവശം നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട്, അതായത് ആ ഒരു നമ്മൾ ചെല്ലുന്ന ഓം നമഃശിവായ ഓം നമഃശിവായ എന്ന പോസിറ്റീവ് എനർജി ആ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റി തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് കഴിക്കാം. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ വരുമ്പോഴത്തേക്ക് വെള്ളമാണെങ്കിലും ആഹാരമാണെങ്കിലും അത് മത്സ്യമാംസം കിട്ടുക ഓം നമഃശിവായ ഓം നമഃശിവായ പഞ്ചാശരി ജപിച്ച് ഊതുക. അഞ്ചാമത്തെ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൈവശ കാര്യങ്ങൾക്ക് നമുക്ക് പല വിധത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലത്തിന് തിരുവഴിയിൽ കൈവശം വെക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഒപ്പം തന്നെ അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കുറച്ച് 3 തുളസിയില ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലത് കൈയിലെ മോതിരവിരൽ ഗ്ലാസ്സിനകത്ത് ഇറക്കി നമുക്ക് ഓം നമഃശിവായ ജപിച്ച് രാവിലെയും വൈകിട്ടും കുടിക്കാം. ഇതും വളരെ കൈവശം മാറാൻ വേണ്ടി വളരെ അധികം ഉത്തമമാണ്. അപ്പോൾ ഈ കൈവശം നമുക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വയറിനും അതേപോലെ തന്നെ ശരീരത്തിനും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഞാൻ ഈ പറയുന്ന പോലെ കരിക്ക് പഞ്ചഗവ്യം നെയ്യ് വെള്ളമൊക്കെ ജപിച്ച് കുടിക്കുമ്പം നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകത്തില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ പല പല ആൾക്കാരിൽ നിന്നും വരുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നെഗറ്റീവ് ഉണ്ടാകത്തില്ല. നമ്മുടെ രോഗദുരിതങ്ങൾ മാറുകയും ചെയ്യും. മനസ്സിന് എപ്പോഴും സന്തോഷം ഉണ്ടാകും. നമ്മുടെ കയ്യിലെ കാലിലെ ബലക്കുറവുകൾ എല്ലാം മാറി കിട്ടും. അതായത് ഫുഡ് കഴിക്കാതെ വയറ് വീർത്ത് വരുന്നു, ഇല്ലെങ്കിൽ വയറിൽ എപ്പോഴും ഗ്യാസ് ഉണ്ടാകുന്നു, അതിനൊക്കെ പ്രയോജനം ഉണ്ടാകും. ഒപ്പം തന്നെ കൈവശമാണെന്ന് വെച്ചിട്ട് ഭക്തജനങ്ങൾ ഡോക്ടറെ കാണിക്കാതിരിക്കില്ല. ആദ്യമേ ഇതൊരു ഡോക്ടറെ കണ്ട് ഗ്യാസ് തന്നെയാണെന്ന് ഉറപ്പാക്കുക. നമുക്ക് മരുന്നില്ലാതെ മന്ത്രം കൊണ്ട് ഒരു അസുഖം മാറത്തില്ല. രണ്ടും വേണം. രണ്ടും വിശ്വാസം അർപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് രോഗങ്ങളും അതേപോലെ തന്നെ അസുഖങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് വിടുക. ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി ജ്യോതിഷപരമായി നോക്കി പരിഹരിച്ച് തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ കരിക്കിൻ്റെ കാര്യം ഒന്നും കൂടെ പറയുകയാണ്. കരിക്ക് ചെത്തി മേടിച്ചത് താഴെ മേളും ചെത്തി തിരുമേനിക്ക് കൊണ്ട് കൊടുക്കുക. പ്രത്യേകം പറയണം, കൈവശമുണ്ട്, കൈവശം മാറാൻ വേണ്ടിയാണ്. ഇത് അടുപ്പിച്ച് ചെയ്യണം. ജോലിക്കൊക്കെ പോകുന്നവർ പഞ്ചഗവ്യം തന്നെയായിരിക്കും മേടിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ 5 ദിവസമൊക്കെ അമ്പലത്തിൽ പോകാൻ വരുമ്പോൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കൈവശമുള്ളവർ ഇതിങ്ങനെ ചെയ്യുക.